നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് PSC എക്സാമുകൾക്ക് ചോദിക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ ഭിന്നശേഷിക്കാർക്ക് ക്യാഷ് അവാർഡ് കൊടുക്കുന്ന പദ്ധതി ഏതാണ്? അതാണ് വിജയാമൃതം പദ്ധതി. ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ ഭിന്നശേഷിക്കാർക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണിത്, വിജയാമൃതം പദ്ധതി. ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ. അപ്പോൾ എന്താണ് നിരാമയ പദ്ധതി? ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത്, നിരാമയ പദ്ധതി. അപ്പോൾ വിജയാമൃതം പദ്ധതി എന്താണ്? ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ ഭിന്നശേഷിക്കാർക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് ഏത്? വിജയാമൃതം പദ്ധതി. ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? അതാണ് നിരാമയ പദ്ധതി. മാതൃജ്യോതി പദ്ധതിയാണ് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി സാമൂഹ്യനീതി വകുപ്പ് മുഖേന പ്രതിമാസം 2000 രൂപ ക്രമത്തിൽ കുഞ്ഞിന് 2 വയസ്സാകുന്നതുവരെ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ഏത്? മാതൃജ്യോതി പദ്ധതി. അപ്പോൾ മാതൃജ്യോതി പദ്ധതി പ്രകാരം എത്ര രൂപയാണ് ധനസഹായം? 2000 രൂപയാണ്. കുഞ്ഞിന് 2 വയസ്സാകുന്നതുവരെ പ്രതിമാസം എത്ര രൂപ ധനസഹായം ലഭിക്കും? 2000 രൂപ ലഭിക്കും. ഭിന്നശേഷിക്കാരായ അമ്മമാർക്കാണ് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനായിട്ടാണ് ഇത് നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പരസഹായം ആവശ്യമായ ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിനും മറ്റ് കാര്യനിർവഹണത്തിലും സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന NSS, NCC, SPC യൂണിറ്റിനെ ആദരിക്കുന്നതിനുള്ള പദ്ധതിയാണ് സഹചാരി പദ്ധതി. അപ്പോൾ എന്താണ് സഹചാരി പദ്ധതി? പരസഹായം ആവശ്യമായ ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിലും മറ്റു കാര്യനിർവഹണങ്ങളിലും സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന NSS, NCC, SPC യൂണിറ്റിനെ ആദരിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഏത്? സഹചാരി പദ്ധതി. അടുത്തതാണ് വിദ്യാകിരണം പദ്ധതി. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണിത്, വിദ്യാകിരണം പദ്ധതി. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണിത്, വിദ്യാകിരണം പദ്ധതി. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും NGO സഹകരണത്തോടെ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ദീനദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന സമഗ്ര പദ്ധതിയാണ് അതിജീവനം പദ്ധതി. അപ്പോൾ എന്താണ് അതിജീവനം പദ്ധതി? ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും NGO സഹകരണത്തോടെ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ദീനദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന സമഗ്ര പദ്ധതിയാണിത്, അതിജീവനം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്തയക്കുന്നതിനുള്ള ചിലവിലേക്കായി സാമ്പത്തിക സഹായം നൽകുക എന്നുള്ളതാണ് സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ഏതു പദ്ധതി? പരിണയം പദ്ധതി. അപ്പോൾ എന്താണ് പരിണയം പദ്ധതി? ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്ത് അയക്കുന്നതിനുള്ള ചിലവിലേക്കായി സാമ്പത്തിക സഹായം നൽകുക എന്നുള്ള സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്, പരിണയം പദ്ധതി. 40% അല്ലെങ്കിൽ അതിലധികം ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? അതാണ് വിദ്യാജ്യോതി പദ്ധതി. അപ്പോൾ എന്താണ് വിദ്യാജ്യോതി പദ്ധതി? 40% അല്ലെങ്കിൽ അതിലധികം ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോമും പഠനോപകരണങ്ങൾക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്, വിദ്യാജ്യോതി പദ്ധതി. ഫുട്ബോൾ പ്രതിഭകളെ വളർത്താനുള്ള പദ്ധതിയാണ് കിക്ക് ഓഫ്. അപ്പോൾ എന്താണ് കിക്ക് ഓഫ് എന്ന പദ്ധതി? ഫുട്ബോൾ പ്രതിഭകളെ വളർത്തുവാനായിട്ട് ഉള്ള പദ്ധതിയാണ് ഇത്, കിക്ക് ഓഫ്.
പെൺകുട്ടികൾക്ക് ആയോധനാ കലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് കരുത്ത്. അപ്പോൾ പെൺകുട്ടികൾക്ക് ആയോധനാ കലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? കരുത്ത്. ഇത്രയും നമുക്ക് നോക്കാം. ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ ഭിന്നശേഷിക്കാർക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതി ഏതാണ്? വിജയാമൃതം പദ്ധതി. ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? നിരാമയ. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി സാമൂഹ്യനീതി വകുപ്പ് മുഖേന പ്രതിമാസം 2000 രൂപ, പ്രതിമാസമാണ്, എല്ലാ മാസവും 2000 രൂപ ക്രമത്തില് എത്ര വയസ്സ് വരെയാണ്? കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണേത്? മാതൃജ്യോതി പദ്ധതി. പരസഹായം ആവശ്യമായ ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിലും മറ്റു കാര്യനിർവഹണങ്ങളിലും സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന NSS, NCC, SPC പോലെയുള്ള യൂണിറ്റിനെ ആദരിക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? സഹചാരി പദ്ധതി. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വിദ്യാകിരണം പദ്ധതി. അതിജീവനം പദ്ധതിയാണ് ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും NGO സഹകരണത്തോടെ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ദീൻദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന സമഗ്ര പദ്ധതിയാണേത്? അതിജീവനം പദ്ധതി. ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്ത് അയക്കുന്നതിനുള്ള ചിലവിലേക്കായി സാമ്പത്തിക സഹായം നൽകുക എന്നുള്ള സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? പരിണയം പദ്ധതി. 40% അല്ലെങ്കിൽ അതിലധികം ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വിദ്യാജ്യോതി പദ്ധതി. ഫുട്ബോൾ പ്രതിഭകളെ വളർത്തുവാൻ സഹായിക്കുന്ന പദ്ധതി ഏതാണ്? കിക്ക് ഓഫ് പദ്ധതിയാണ്. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? കരുത്ത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിദ്യാജ്യോതി പദ്ധതി പ്രകാരം ബിരുദ അല്ലെങ്കിൽ ഡിപ്ലോമ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾക്ക് നൽകുന്ന ധനസഹായം എത്ര രൂപയാണ്? 3000 രൂപയാണ്. വിദ്യാജ്യോതി പദ്ധതി പ്രകാരം ബിരുദ അല്ലെങ്കിൽ ഡിപ്ലോമ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾക്ക് നൽകുന്ന ധനസഹായം എത്ര രൂപയാണ്? 3000 രൂപയാണ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഓട്ടിസം, സെറിബ്രൽ പൾസി, മാനസിക വൈകല്യം, ബഹുമുഖ വൈകല്യം എന്നിവ ഉള്ളവർക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണേത്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്പോൾ എന്താണ് നിരാമയ പദ്ധതി? ഓട്ടിസം, സെറിബ്രൽ പൾസി, മാനസിക വൈകല്യം, ബഹുമുഖ വൈകല്യം എന്നിവ ഉള്ളവർക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണേത്? നിരാമയ. പ്രതിവർഷം 1 ലക്ഷം രൂപയാണ് ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ നിരാമയ പദ്ധതി പ്രകാരം എത്ര രൂപയാണ് ചികിത്സാ സഹായമായിട്ട് ലഭിക്കുന്നത്? പ്രതിവർഷം 1 ലക്ഷം രൂപയാണ് ചികിത്സാ സഹായം ലഭിക്കുന്നത്. മാതൃജ്യോതി പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് എത്ര കാലത്തേക്കാണ് പ്രതിമാസ ധനസഹായം നൽകുന്നത്? കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെയാണ് ധനസഹായം നൽകുന്നത്. അപ്പോൾ മാതൃജ്യോതി പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് എത്ര കാലത്തേക്കാണ് പ്രതിമാസ ധനസഹായം നൽകുന്നത്? കുഞ്ഞിന് 2 വയസ്സ് ആകുന്നത് വരെ. മാതൃജ്യോതി പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നിരക്കിലാണ് കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെ ധനസഹായം നൽകുന്നത്. പരിണയം പദ്ധതി പ്രകാരം വിവാഹ ചെലവിനായി നൽകുന്ന ഒറ്റത്തവണ സഹായം എത്ര രൂപയാണ്? 30,000 രൂപയാണ്. അപ്പോൾ പരിണയം പദ്ധതി പ്രകാരം ഒറ്റത്തവണയാണ് വിവാഹ ധനസഹായം ലഭിക്കുന്നത്. എത്ര രൂപയാണത്? 30,000 രൂപയാണ്. പരിണയം പദ്ധതി പ്രകാരം ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും വിവാഹം ചെയ്തയക്കുന്നതിനുള്ള ചിലവിലേക്കായി 30,000 രൂപ ഒറ്റത്തവണ സഹായം നൽകുന്ന പദ്ധതിയാണേത്? പരിണയം പദ്ധതി. അപ്പോൾ എന്താണ് പരിണയം പദ്ധതി? പരിണയം പദ്ധതി പ്രകാരം ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും വിവാഹം ചെയ്തയക്കുന്നതിനുള്ള ചിലവിലേക്കായി 30,000 രൂപ ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതിയാണേത്? പരിണയം പദ്ധതി.
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന NSS, NCC, SPC യൂണിറ്റുകളെ അംഗീകരിക്കുന്ന പദ്ധതി ഏതാണ്? സഹചാരി പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ ദീൻദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി ഏതാണ്? അതിജീവനം പദ്ധതി. വിവിധ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ളതാണിത്. കേവലം ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് മാത്രമല്ല, ഇത് കേന്ദ്ര സർക്കാരിന്റെ ദീൻദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ദീൻദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? അതിജീവനം പദ്ധതി. ഓട്ടിസം, സെറിബ്രൽ പൾസി, മാനസിക വൈകല്യം, ബഹുമുഖ വൈകല്യം എന്നിവയുള്ള വ്യക്തികൾക്കുള്ള വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? നിരാമയ പദ്ധതി. വിദ്യാജ്യോതി പദ്ധതിയിൽ എത്ര കുട്ടികൾക്കാണ് ഒരു ജില്ലയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും സഹായം നൽകുന്നത്? ഒരു ജില്ലയിൽ 50 കുട്ടികൾക്ക് വീതമാണ്. വിദ്യാഭ്യാസത്തിന് 30 കുട്ടികൾക്ക് വീതം, ഉന്നത വിദ്യാഭ്യാസത്തിനും സഹായം നൽകുന്നതുണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തിന് 20 കുട്ടികൾക്കാണ്. അപ്പോൾ ഒരു ജില്ലയിൽ 50 കുട്ടികൾക്ക് വീതമാണ് എന്ത് നൽകുന്നത്? ധനസഹായം നൽകുന്നത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് 30 കുട്ടികൾക്ക് വീതവും ഉന്നത വിദ്യാഭ്യാസത്തിന് 20 കുട്ടികൾക്ക് വീതമാണ് എന്ത് നൽകുന്നത്? ധനസഹായം നൽകുന്നത്. അപ്പോൾ വിദ്യാജ്യോതി പദ്ധതിയിൽ എത്ര കുട്ടികൾക്കാണ് ഒരു ജില്ലയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും സഹായം നൽകുന്നത്? ആകെ 50 കുട്ടികൾക്ക്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് 30, ഉന്നത വിദ്യാഭ്യാസത്തിന് 20. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി മത്സര പരീക്ഷകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് യത്നം. അപ്പോൾ എന്താണ് യത്നം എന്ന പദ്ധതി? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി മത്സര പരീക്ഷകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? യത്നം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി തുടർ വിദ്യാഭ്യാസത്തിനുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് സമന്വയ. അപ്പോൾ എന്താണ് സമന്വയ പദ്ധതി? ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി തുടർ വിദ്യാഭ്യാസത്തിന് സഹായം നൽകുന്ന പദ്ധതിയാണേത്? സമന്വയ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് മത്സര പരീക്ഷകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണേത്? യത്നം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും മറ്റു ഗുരുതര രോഗമുള്ളവരെയും ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായ കിടപ്പിലായ രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ നിരക്കിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. അപ്പോൾ എന്താണ് ആശ്വാസകിരണം പദ്ധതി? മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും മറ്റ് ഗുരുതര രോഗമുള്ളവരെയും ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായ കിടപ്പിലായ രോഗികളെയും പരിചരിക്കുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? ആശ്വാസകിരണം പദ്ധതി. ഈ ആശ്വാസകിരണം പദ്ധതി പ്രകാരം എത്ര രൂപയാണ് ധനസഹായം? 600 രൂപ നിരക്കിലാണ് ധനസഹായം നൽകുന്നത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ. അപ്പോൾ എന്താണ് പടവുകൾ? വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? പടവുകൾ. അടുത്തതാണ് വയോമധുരം പദ്ധതി. എന്താണ് വയോമധുരം പദ്ധതി? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഗ്ലൂക്കോമീറ്റർ, ടെസ്റ്റ് സ്ട്രിപ്പ് എന്നിവ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണിത്? വയോമധുരം പദ്ധതി. അപ്പോൾ ഗ്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പും സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണിത്? വയോമധുരം പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്കാണ് ഇത് നൽകുന്നത്. ഈ പദ്ധതിയാണിത്? വയോമധുരം പദ്ധതി. അടുത്തതാണ് വയോമിത്രം. എന്താണ് വയോമിത്രം പദ്ധതി? സാമൂഹിക സുരക്ഷാ മിഷൻ വഴി മെഡിക്കൽ പരിശോധനയും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും നൽകുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. എന്താണ്? സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി മെഡിക്കൽ പരിശോധനയും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും, മെഡിക്കൽ പരിശോധനയും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും നൽകുന്ന പദ്ധതിയാണിത്? വയോമിത്രം പദ്ധതി.
ആരും സംരക്ഷിക്കാനില്ലാത്ത സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി. അപ്പോൾ എന്താണ് വയോരക്ഷാ പദ്ധതി? ആരും സംരക്ഷിക്കാനില്ലാത്ത സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണിത്, വയോരക്ഷാ പദ്ധതി. മന്ദഹാസം പദ്ധതി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര നൽകുന്ന പദ്ധതിയാണിത്, മന്ദഹാസം പദ്ധതി. അപ്പോൾ എന്താണ് മന്ദഹാസം പദ്ധതി? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര നൽകുന്ന പദ്ധതിയാണിത്, മന്ദഹാസം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സാമൂഹ്യനീതി വകുപ്പിനു കീഴിലെ സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് വയോ അമൃതം. അപ്പോൾ എന്താണ് വയോ അമൃതം പദ്ധതി? സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണേത്, വയോ അമൃതം പദ്ധതി. ഒന്നുകൂടി പറയാം. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഏത്, വയോ അമൃതം പദ്ധതി. മുതിർന്ന പൗരന്മാർ വീടുകളിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ ഒഴിവാക്കുക, പോഷകാഹാരം ഉറപ്പാക്കുക, മാനസിക ഉല്ലാസ പരിപാടികളിൽ പങ്കാളികളാക്കുക, കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കുക എന്നീ ലക്ഷ്യത്തോടെ പകൽ പരിപാലന കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് സായംപ്രഭ ഹോം. സായംപ്രഭ ഹോം. അപ്പോൾ എന്താണ് സായംപ്രഭ ഹോം? മുതിർന്ന പൗരന്മാർ വീടുകളിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ ഒഴിവാക്കുക, പോഷകാഹാരം ഉറപ്പാക്കുക, മാനസിക ഉല്ലാസ പരിപാടികളിൽ പങ്കാളികളാക്കുക, കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കുക എന്നീ ലക്ഷ്യത്തോടെ പകൽ പരിപാലന കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണിത്, സായംപ്രഭ ഹോം പദ്ധതി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും പരിചരണം നൽകുന്നതിന് ആരംഭിച്ച സമഗ്ര സാമൂഹിക അധിഷ്ഠിത പദ്ധതിയാണ് മിഠായി. അപ്പോൾ എന്താണ് മിഠായി എന്ന പദ്ധതി? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും പരിചരണം നൽകുന്നതിന് ആരംഭിച്ച സമഗ്ര സാമൂഹികാധിഷ്ഠിത പദ്ധതിയാണേത്, മിഠായി. കേരള സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. അപ്പോൾ എന്താണ് താലോലം പദ്ധതി? കേരള സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ എത്ര വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് താലോലം പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നത്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് താലോലം പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഏതെല്ലാം രോഗങ്ങളാണ് ഉൾപ്പെടുന്നത്? ഹൃദയ സംബന്ധമായ രോഗങ്ങള്, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ, എൻഡോസൾഫാൻ ബാധിതരുടെ രോഗങ്ങള്, ഡയാലിസിസിൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവയുടെ ചിലവുകൾ, ഇതെല്ലാം എന്താണ് താലോലം പദ്ധതി പ്രകാരം ഉൾപ്പെടുന്നതാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ, എൻഡോസൾഫാൻ ബാധിതരുടെ രോഗങ്ങൾ, ഡയാലിസിസ്, ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചിലവുകൾ, ഇതെല്ലാം ഏത് പദ്ധതി പ്രകാരം വരുന്നുണ്ട്? താലോലം പദ്ധതി പ്രകാരം വരുന്നുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നത്. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ശലഭം പദ്ധതി. അപ്പോൾ എന്താണ് ശലഭം പദ്ധതി? നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണേത്? ശലഭം പദ്ധതി. കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആത്മഹത്യ തടയാനുള്ള പദ്ധതിയാണ് നിനവ്. അപ്പോൾ എന്താണ് നിനവ് എന്ന പദ്ധതി? കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആത്മഹത്യ തടയാനായിട്ടുള്ള പദ്ധതിയാണേത്? നിനവ്. വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് യോദ്ധാവ്. അപ്പോൾ എന്താണ് യോദ്ധാവ് എന്ന പദ്ധതി?
വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാനായിട്ട് വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണേത്? യോദ്ധാവ്. അപ്പോൾ നിലവെന്താണ്? കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആത്മഹത്യ തടയാനുള്ള പദ്ധതിയാണേത്? നിലവ് എന്ന പദ്ധതി. എന്താണ് ശലഭം പദ്ധതി? നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണേത്? ശലഭം എന്ന പദ്ധതി. ചൂഷണങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണേത്? സ്നേഹിത. അപ്പോൾ സ്നേഹിത എന്ന പദ്ധതി എന്താണ്? ചൂഷണങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണേത്? സ്നേഹിത. ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് കളിക്കൂട്ടം. അപ്പോൾ എന്താണ് കളിക്കൂട്ടം എന്ന പദ്ധതി? ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണേത്? കളിക്കൂട്ടം പദ്ധതി. നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ സാമൂഹിക സുരക്ഷാ മിഷൻ വഴി മെഡിക്കൽ പരിശോധനയും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ നൽകുന്ന പദ്ധതി ഏതാണ്? വയോമിത്രം പദ്ധതിയാണ്. അപ്പോൾ എന്താണ് വയോമധുരം പദ്ധതി? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് രക്തത്തിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്ന ഈ ഗ്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പ് എന്നിവ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണേത്? വയോമധുരം പദ്ധതി. മന്ദഹാസം പദ്ധതി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര നൽകുന്ന പദ്ധതിയാണേത്? മന്ദഹാസം പദ്ധതി. അപ്പോൾ ആരും സംരക്ഷിക്കാനില്ലാത്ത സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? വയോരക്ഷാ പദ്ധതിയാണ്. ചൂഷണങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? സ്നേഹിത. ഓട്ടിസം ബാധിച്ച കുട്ടികളിലെ സർഗശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? അതാണ് കളിക്കൂട്ടം പദ്ധതി. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ശലഭം പദ്ധതി. കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആത്മഹത്യ തടയാനായിട്ടുള്ള പദ്ധതി ഏതാണ്? നിലവ്. വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? യോദ്ധാവ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കും കൗമാരക്കാർക്കും പരിചരണം നൽകുന്നതിന് ആരംഭിച്ച സമഗ്ര സാമൂഹിക അധിഷ്ഠിത പദ്ധതി ഏതാണ്? മിഠായിയാണ്. താലോലം പദ്ധതി പ്രകാരം ഏതൊക്കെ രോഗങ്ങൾക്കാണ് ചികിത്സാ സഹായം ലഭിക്കുന്നത്? ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, സെറിബ്രൽ പൾസി, ഓട്ടിസം, അസ്ഥിവൈകല്യങ്ങൾ, എൻഡോസൾഫാൻ ബാധിത രോഗങ്ങൾ, ഡയാലിസിസ്, ശസ്ത്രക്രിയ എന്നിവ ഉൾപ്പെടെയുള്ള ചിലവുകൾ ഇതിനെല്ലാം എന്താണ്? താലോലം പദ്ധതി പ്രകാരം ചികിത്സാ സഹായം നൽകുന്നു. അപ്പോൾ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് താലോലം പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ നൽകുന്നത്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ എന്താണ് സായംപ്രഭ ഹോമ? മുതിർന്ന പൗരന്മാർ വീടുകളിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾ ഒഴിവാക്കുക, പോഷകാഹാരം ഉറപ്പാക്കുക, മാനസിക ഉല്ലാസ പരിപാടികൾ പങ്കാളികളാക്കുക, കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കുക എന്നീ ലക്ഷ്യത്തോടെ പകൽ പരിപാലന കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണിത് സായംപ്രഭ ഹോമം. സാമൂഹ്യനീതി വകുപ്പിന് കീഴിലെ സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് ഭാരതീയ ചികിത്സാ വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏതാണ്? അതാണ് വയോ അമൃതം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും മറ്റു ഗുരുതര രോഗമുള്ളവരെയും ഒരു മുഴുവൻ സമയ പരിചാരകന്റെ സേവനം ആവശ്യമായ കിടപ്പിലായ രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ നിരക്കിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? ആശ്വാസകിരണം പദ്ധതി. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? അതാണ് പടവുകൾ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായിട്ട് മത്സര പരീക്ഷകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? യത്നം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായിട്ട് തുടർ വിദ്യാഭ്യാസത്തിനുള്ള സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? അതാണ് സമന്വയ. ഓട്ടിസം, സെറിബ്രൽ പൾസി, മാനസിക വൈകല്യം, ബഹുമുഖ വൈകല്യം എന്നിവയുള്ള വ്യക്തികൾക്കുള്ള വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? നിരാമയ പദ്ധതിയാണ്.
വിദ്യാജ്യോതി പദ്ധതിയിൽ എത്ര കുട്ടികൾക്കാണ് ഒരു ജില്ലയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും സഹായം നൽകുന്നത്? ഒരു ജില്ലയിൽ 50 കുട്ടികൾക്ക് വീതമാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് 30 കുട്ടികൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് 20 കുട്ടികൾക്കും വീതമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന NSS, NCC, SPC യൂണിറ്റുകളെ അംഗീകരിക്കുന്ന പദ്ധതി ഏതാണ്? അതാണ് സഹചാരി പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ ദീൻദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി ഏതാണ്? അതിജീവനം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ. പരിണയം പദ്ധതി പ്രകാരം വിവാഹ ചെലവിനായി നൽകുന്ന ഒറ്റത്തവണ ധനസഹായം എത്ര രൂപയാണ്? 30,000 രൂപയാണ്. പരിണയം പദ്ധതി പ്രകാരം ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും വിവാഹം ചെയ്ത് അയക്കുന്നതിനുള്ള ചെലവിലേക്കായിട്ട് 30,000 രൂപയാണ് ഒറ്റത്തവണ ധനസഹായം നൽകുന്നത്. മാതൃജ്യോതി പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് എത്ര കാലത്തേക്കാണ് പ്രതിമാസ ധനസഹായം നൽകുന്നത്? കുഞ്ഞിന് 2 വയസ്സ് ആകുന്നത് വരെ. എത്ര രൂപയാണ്? 2000 രൂപ വീതമാണ് നൽകുന്നത്. വിദ്യാജ്യോതി പദ്ധതി പ്രകാരം ബിരുദ, ഡിപ്ലോമ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾക്ക് നൽകുന്ന ധനസഹായം എത്ര രൂപയാണ്? 3000 രൂപയാണ്. ഓട്ടിസം, സെറിബ്രൽ പൾസി, മാനസിക വൈകല്യം, ബഹുമുഖ വൈകല്യം എന്നിവ ഉള്ളവർക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഈ പദ്ധതി പ്രകാരം എത്ര രൂപയാണ് ചികിത്സാ ആനുകൂല്യം ലഭിക്കുന്നത്? പ്രതിവർഷം 1 ലക്ഷം രൂപ വരെയാണ്. 40% അല്ലെങ്കിൽ അതിലധികം ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവയ്ക്ക് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വിദ്യാജ്യോതി പദ്ധതി. ഫുട്ബോൾ പ്രതിഭകളെ വളർത്തുവാനായിട്ടുള്ള പദ്ധതിയാണ് കിക്ക് ഓഫ്. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? കരുത്ത്. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും ഉന്നമനവും NGO സഹകരണത്തോടെ നടപ്പിലാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ദീൻദയാൽ പുനരധിവാസ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന സമഗ്ര പദ്ധതി ഏതാണ്? അതിജീവനം പദ്ധതിയാണ്. പരസഹായം ആവശ്യമായ ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനത്തിലും മറ്റ് കാര്യനിർവഹണങ്ങളിലും സഹായിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന NSS, NCC, SPC യൂണിറ്റിനെ ആദരിക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? സഹചാരി പദ്ധതി. ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതി ഏതാണ്? വിദ്യാകിരണം പദ്ധതി. ബിരുദ, ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയ ഭിന്നശേഷിക്കാർക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതി ഏതാണ്? വിജയാമൃതം പദ്ധതി. ഭിന്നശേഷിക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? നിരാമയ പദ്ധതി. മാതൃജ്യോതി പദ്ധതി പ്രകാരം എത്ര രൂപയാണ് ധനസഹായം? പ്രതിമാസം 2000 രൂപ, കുഞ്ഞിന് 2 വയസ്സ് ആകുന്നത് വരെ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.